ശിവരാത്രിയെക്കുറിച്ച് അറിയാത്തവർക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ശിവരാത്രി എങ്ങനെയാണ് എന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അപ്പം ഞാൻ പഠിച്ച രീതി, ഞാൻ എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം അറിയുമ്പോഴത്തേന് ഞാനൊരു കള്ളിയായി മാറുമല്ലോ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത്. എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിവാഹത്തിന് മുമ്പ് നല്ലൊരു ഭർത്താവിനെ കിട്ടണമേ എന്ന് പറഞ്ഞിട്ടാണ് വ്രതം എടുത്തത്. മഹാദേവന്റെ അനുഗ്രഹം എന്ന് പറയാൻ എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി. മഹാദേവനെ ഒരാളെ കിട്ടി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? സത്യം കേട്ടോ, പുള്ളിക്കാന്ന് വെച്ചാല് എനിക്ക് അറിഞ്ഞൂടാ, എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ ഒന്നും പണയണ്ട, ഇമോഷണൽ ആവുന്നു. എന്താ ഇത്? എന്തിനാ കരയുന്നേ? നീ ഇമോഷണൽ ആവരുത്. എനിക്ക് കിട്ടിയ എന്റെ ഭാഗ്യമാണ് കേട്ടോ എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഞാൻ പറയേണ്ടത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഞങ്ങളുടെ ഒരുവിധം എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്, ഞങ്ങൾ എന്താണ് എങ്ങനെയാണ് അത് കാണാറുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? അതുപോലെ തന്നെ കേട്ടോ, വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒന്നും അല്ല. ആക്ച്വലി പുള്ളിക്കാരൻ ഭയങ്കര കൂളാണ്. പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫ് ഒന്നല്ലോ. ഭയങ്കര സപ്പോർട്ടാണ്. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? ഞാൻ ഇപ്പൊ എന്റെ കണ്ണ് നിറഞ്ഞത് ആ ഒരു ഹാപ്പിനെസ് കൊണ്ടിട്ടാണ്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അങ്ങനെ പടക്കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.